അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സാധാരണയായി അനധികൃത കുടിയേറ്റം തടയാൻ കർശനമായ നടപടികൾ സ്വീകരിച്ച ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ നിയമപരമായ കുടിയേറ്റ മാർഗങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പുതിയ ഡേറ്റകൾ വ്യക്തമാക്കുന്നത്. ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്കയിലെ നിയമപരമായ വിസ അനുവദിക്കൽ പ്രക്രിയ പകുതിയോളം കുറഞ്ഞു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വിദ്യാർത്ഥികൾ, ഉയർന്ന വൈദഗ്ധ്യമുള്ള ജീവനക്കാർ, US പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ എന്നിവരെയെല്ലാം ഇത് ബാധിച്ചിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ സംഭവിക്കുന്നത്? ട്രംപിന്റെ ഈ പുതിയ നയങ്ങൾ ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികളെയും എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിലെ നിയമപരമായ കുടിയേറ്റത്തിൽ എത്രത്തോളം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ആദ്യമേ ഒന്ന് നോക്കാം. കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ വിശകലനം റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് ഭരണകൂടം അനധികൃത അതിർത്തി കടക്കലുകളേക്കാൾ കൂടുതൽ നിയമപരമായ കുടിയേറ്റ പാതകളെയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിമാസം 1,32,000 ആളുകൾക്ക് നിയമപരമായ മാർഗത്തിലൂടെ അമേരിക്കയിൽ പ്രവേശിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സ്ഥിരതാമസത്തിനുള്ള ഇമിഗ്രന്റ് വിസകൾ ഏകദേശം പകുതിയോളമായി കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ട്രംപ് ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് നോക്കാം. ദേശീയ സുരക്ഷയും കൃത്യമായ പശ്ചാത്തല പരിശോധനയും മുൻനിർത്തി ട്രംപ് ഭരണകൂടം ലോകത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം 19 രാജ്യങ്ങൾക്കും പിന്നീട് 20 രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയ വിലക്കിന് പിന്നാലെ 2026 ജനുവരിയിൽ 75 രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥിര വിസ പ്രോസസ്സിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതിന്റെ ഫലമായി ലോകത്തിലെ ഏകദേശം 60% രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇപ്പോൾ അമേരിക്കയിലേക്ക് നിയമപരമായി വരാൻ പൂർണ്ണമായോ ഭാഗികമായോ വിലക്കുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും സ്റ്റുഡന്റ് വിസകളെയും ഈ നയങ്ങൾ എങ്ങനെ ബാധിച്ചു എന്ന് നമുക്കിനി ഒന്ന് നോക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിനായി അമേരിക്കയെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കടുത്ത തിരിച്ചടിയാണ് പുതിയ വിസ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ ഗൈഡ് ലൈനുകൾ പ്രകാരം പശ്ചാത്തല പരിശോധന കർശനമാക്കിയതോടെ അന്താരാഷ്ട്ര സ്റ്റുഡന്റ് വിസകളുടെ എണ്ണത്തിൽ 40% മുതൽ 50% വരെ ഇടിവുണ്ടായിട്ടുണ്ട്. 10,000 വിദ്യാർത്ഥികളുടെ അപേക്ഷകളാണ് നിരസിക്കപ്പെടുകയോ വൈകിപ്പിക്കുകയോ ചെയ്തിരിക്കുന്നത്. H-1B വിസകളിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. IT ജീവനക്കാരും പ്രൊഫഷണലുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന H-1B വിസയ്ക്ക് ട്രംപ് ഭരണകൂടം വൻ തുക അപേക്ഷാ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഉയർന്ന വൈദഗ്ധ്യമുള്ള ജീവനക്കാർക്കായി $1,00,000 അപേക്ഷാ ഫീസാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് കമ്പനികൾക്കും അപേക്ഷകൾക്കും വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്നു. ഇതിനെതിരെ US ചേംബർ ഓഫ് കൊമേഴ്സും സംസ്ഥാന അറ്റോർണി ജനറൽമാരും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്താണ് വിവാദമായ ട്രംപിന്റെ ഗോൾഡ് കാർഡ് പദ്ധതി? നമുക്ക് നോക്കാം. സാധാരണ ഇമിഗ്രേഷൻ ചാനലുകൾ അടയ്ക്കുമ്പോൾ തന്നെ കോടീശ്വരന്മാർക്കായി ട്രംപ് പുതിയൊരു പദ്ധതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് ട്രംപ് ഗോൾഡ് കാർഡ്. $5 മില്യൺ നൽകാൻ തയ്യാറുള്ള സമ്പന്നർക്ക് ഈ കാർഡ് വഴി നേരിട്ട് സ്ഥിരതാമസത്തിനുള്ള അനുമതിയും പൗരത്വത്തിലേക്കുള്ള വഴിയും ലഭിക്കും. നിലവിലുള്ള EB-5 ഇൻവെസ്റ്റർ വിസയ്ക്ക് പകരമായാണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കാർഡ് ഉള്ളവർ അമേരിക്കയ്ക്ക് പുറത്ത് സമ്പാദിക്കുന്ന പണത്തിന് US ഫെഡറൽ ഇൻകം ടാക്സ് നൽകേണ്ടതില്ല എന്ന പ്രത്യേകതയും ഉണ്ട്. ഗ്രീൻ കാർഡ് ലോട്ടറിയും അഭയാർത്ഥി പ്രോഗ്രാമുകളും നിർത്തലാക്കിയോ എന്ന ചോദ്യവും പലയിടത്തു നിന്നായി ഉയരുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്നാൽ നിർത്തലാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ട്രംപ് ഭരണകൂടം ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി താൽക്കാലികമായി നിർത്തിവെച്ചു. കൂടാതെ ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ 90% വെട്ടിക്കുറച്ചു. മുൻപ് 1,25,000 ആയിരുന്ന അഭയാർത്ഥി പരിധി 2026 വെറും 7,500 കുറച്ചു. ഇതിൽ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. കുടിയേറ്റം കുറയ്ക്കുന്നതിലൂടെ വാടക നിരക്കുകൾ കുറഞ്ഞു എന്നാണ് വൈറ്റ് ഹൗസിന്റെ വാദം. ഈ വാദത്തിനെതിരെയും സംശയങ്ങൾ ഉയരുന്നുണ്ട്. എന്താണെന്ന് കൂടെ നോക്കാം. നിയമപരവും നിയമവിരുദ്ധവുമായ കുടിയേറ്റം ശക്തമായി തടഞ്ഞതിലൂടെ അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ വാടക നിരക്കുകൾ കുറഞ്ഞു എന്നാണ് വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നത്. അന്താരാഷ്ട്ര കുടിയേറ്റം 50%-ലധികം കുറഞ്ഞത് ഭവന വിപണിയിലെ സമ്മർദ്ദം കുറച്ചുവെന്നും സാധാരണക്കാർക്ക് ഇത് ആശ്വാസമാണെന്നും ട്രംപ് അനുകൂലികൾ വാദിക്കുന്നു. എന്നാൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പെട്ടെന്ന് ജനസംഖ്യാ വളർച്ച കുറയുന്നത് രാജ്യത്തിന്റെ ഭാവിയിലെ സാമ്പത്തിക വളർച്ചയെയും തൊഴിൽ വിപണിയെയും ദോഷകരമായി ബാധിക്കുമെന്നാണ്. അതിർത്തിയിലെ അനധികൃത കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തിനപ്പുറം US-ലേക്കുള്ള എല്ലാത്തരം നിയമപരമായ കുടിയേറ്റ വഴികളും അടയ്ക്കുന്ന നയങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്നത്.
ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള IT പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും അമേരിക്കൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നത് ഇനി പഴയതിലും വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായി മാറും.